നമുക്ക് മുകളിൽ നീണ്ടുകിടക്കുന്ന ആകാശത്തിനുമപ്പുറം തുടങ്ങുന്ന വിസ്മയ ലോകമാണ് ബഹിരാകാശം. ബഹിരാകാശം വെറും ശൂന്യതയല്ല, അത് മനുഷ്യന്റെ സ്വപ്നങ്ങൾക്കും ശാസ്ത്രബോധത്തിനും ചിറകുകൾ നൽകുന്ന ലോകമാണ്. ഇത് അതിരുകൾ മറികടക്കുന്ന നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും അതീതമായ വിശാലവും സുന്ദരവുമായ ഒരു അന്വേഷണ പാതയാണ്. 1957 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 എന്ന ഉപഗ്രഹമാണ് ബഹിരാകാശത്തേക്കുള്ള മനുഷ്യന്റെ ആദ്യത്തെ ചുവടുവയ്പ്പിന് വഴിയൊരുക്കുന്നത്. ഭൂമിയുടെ അതിരുകൾക്കപ്പുറത്ത് മനുഷ്യർ നടത്തിയ യാത്രയെ അനുസ്മരിക്കുന്നതിനും അതോടൊപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച വിലയിരുത്തുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ 4 വേൾഡ് സ്പേസ് ഡേ ആയി ആചരിക്കുന്നു. ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും ബഹിരാകാശ പഠനത്തിൽ താല്പര്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. നാം ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ടെലിവിഷൻ, GPS, ഇന്റർനെറ്റ്, കാലാവസ്ഥാ പ്രവചനം തുടങ്ങി അനേകം സൗകര്യങ്ങൾ ബഹിരാകാശ ഗവേഷണത്തിന്റെ ഫലമാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിൽ നിരവധി അഭിമാന നിമിഷങ്ങളുണ്ട്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 1969 ആരംഭിക്കപ്പെട്ടു. ചെറിയ മാർഗങ്ങൾ ഉപയോഗിച്ച് വലിയ നേട്ടങ്ങൾ നേടുന്നതിൽ ISRO ലോകമെമ്പാടും പ്രശസ്തമാണ്. 2008 നടന്ന ചന്ദ്രയാൻ 1 ദൗത്യത്തിലൂടെ ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തിയ ലോകത്തെ ആദ്യ രാജ്യമായി ഇന്ത്യ ശ്രദ്ധേയമായി. പിന്നീട് 2013 ഇന്ത്യ ആദ്യ ശ്രമത്തിൽ തന്നെ മാർസിൽ എത്തിച്ച മംഗൾയാൻ ദൗത്യം ലോകത്തെ അതിശയിപ്പിച്ചു. ചന്ദ്രയാൻ 3 ഇന്ത്യയെ ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് എന്ന ചരിത്ര നേട്ടത്തിലേക്ക് നയിച്ചു. ഒടുവിൽ വിജയിച്ച ഈ ദൗത്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്ത ലോകത്തിലെ ആദ്യ ദൗത്യമായി ചരിത്രം സൃഷ്ടിച്ചു. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമാണ് ആദിത്യ L1. ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം സൂര്യനെ അതിനടുത്ത് നിന്ന് പഠിക്കുക എന്നതാണ്. L1 പോയിന്റിൽ ഗതിയിലായിരിക്കുന്ന ഈ ഉപഗ്രഹം സൂര്യന്റെ കാന്തിക പ്രവർത്തനങ്ങളും പാദരശ്മികളും നിരീക്ഷിക്കുന്നതാണ്. ആദ്യ മാനവ ബഹിരാകാശ ദൗത്യമാണ് ഗഗനയാൻ. ഇന്ത്യക്കാരെ സ്വന്തം ഭൂമിയിൽ നിന്നുള്ള വിക്ഷേപണത്തിലൂടെ ബഹിരാകാശത്തേക്ക് അയക്കുക എന്ന ലക്ഷ്യത്തോടെ അതിനായി അനേകം പരീക്ഷണങ്ങൾ നടക്കുകയാണ്. വിജയകരമായ അന്തിമ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്ത്യയും ബഹിരാകാശത്തിൽ സ്വന്തം സ്ഥാനമുറപ്പിക്കും. നക്ഷത്രങ്ങളെ നോക്കി സ്വപ്നം കാണുന്ന കുട്ടികളാണ് ഭാവിയിലെ ശാസ്ത്രജ്ഞന്മാർ. ബഹിരാകാശം അത്രമേൽ അകലെയുള്ളതല്ല. നിങ്ങളുടെ ആത്മവിശ്വാസം, കഠിനാധ്വാനം, അറിവ് നേടാനുള്ള താല്പര്യം ഇവയെല്ലാം നിങ്ങളെ അവിടെ എത്തിക്കാൻ കഴിയുന്ന വിക്ഷേപണ ശക്തിയാണ്. അതിനാൽ ബഹിരാകാശ ഗവേഷണത്തിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി ലോകമറിയപ്പെടുന്ന ഒരു വ്യക്തിയായി വളരുവാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. Brilliant Study Center, India's #1 coaching center for NEET and JEE.